ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പടാവലിയിലെ കളിക്കിടയിൽ എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ. ഇതും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമാണ് ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. സിനിമയിലും നാടകത്തിലുമുള്ള ചിരിപ്പിക്കുന്ന രംഗങ്ങൾ നിങ്ങൾക്കിഷ്ടമാണല്ലോ. വ്യത്യസ്തമായൊരു സന്ദർഭം ഇതാ. ചിറയിൻകീഴ് ഒരു തിയേറ്ററിലാണ് നാടകം. സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ ഒരൊറ്റ വാതിലേ ഉള്ളൂ. മേക്കപ്പ് കഴിഞ്ഞവർക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതിലൂടെ മാത്രമേ സ്റ്റേജിലേക്ക് വരാൻ പറ്റൂ. നാടകം നടക്കുമ്പോൾ സംഘാടകർ എന്തു ചെയ്തെന്നോ, ഭക്ഷണം പൊതിച്ചോറാക്കി ഒരു കുട്ടയിൽ മേക്കപ്പ് റൂമിൻ്റെ മൂലയിൽ കൊണ്ടുവന്ന് വെച്ചു. ആവശ്യമുള്ളവർക്ക് അപ്പോൾ എടുത്തു കഴിക്കാൻ സൗകര്യം ചെയ്തതാണ്. തുലാഭാരത്തിൽ തോപ്പിൽ കൃഷ്ണപിള്ള ചേട്ടൻ ഭ്രാന്തനായാണ് അഭിനയിക്കുന്നത്. വടിയും കൊണ്ട് എപ്പോഴും സ്റ്റേജിൽ കയറി വരണം. നാടകം തുടങ്ങി. ഞാൻ, ലീല, ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ 3 പേരും സ്റ്റേജിലുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ചൂട് കാരണം തിയേറ്ററിന് പുറത്ത് നിൽക്കുകയാണ്. സാധാരണ സൈഡ് കർട്ടന് പിന്നിലൊക്കെയാണല്ലോ ഞങ്ങളുടെ നിൽപ്പ്. കൃഷ്ണപിള്ളച്ചേട്ടൻ വരാൻ തയ്യാറായി മേക്കപ്പ് റൂമിൽ തന്നെ നിൽപ്പുണ്ട്. ഒരു പട്ടി ചോറ് കപ്പാനായി ഷെഡിലേക്ക് കയറി വന്നു. കൃഷ്ണപിള്ളച്ചേട്ടനെ ഗൗനിക്കാതെ നേരെ കുട്ടയുടെ അടുത്തേക്ക് പോയി. കൃഷ്ണപിള്ളച്ചേട്ടൻ ഒരു അതിബുദ്ധി കാണിച്ചു. പട്ടിയെ തല്ലി ഓടിക്കുന്നതിന് പകരം കതകടച്ചു. എന്നിട്ട് പട്ടിക്ക് വടി കൊണ്ടൊരു വീക്ക്. പട്ടി കുരച്ച് ബഹളമുണ്ടാക്കി കർട്ടൻ്റെ വിടവിലൂടെ സ്റ്റേജിലേക്ക് കയറി. ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ ഇരിക്കുകയാണ്. അടുത്ത് തന്നെ ഞാനും ലീലയും നിൽക്കുന്നുണ്ട്. നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇടയിലാണ് പട്ടി വന്ന് നിൽക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ചിരി വന്നിട്ടോ വയ്യ. ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ പട്ടിയെ ഓടിക്കാനായി കാലൊന്നുയർത്തിയപ്പോൾ പട്ടി സ്റ്റേജിൻ്റെ ഒത്ത നടുവിൽ ചെന്ന് നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. കാണികളൊക്കെ എഴുന്നേറ്റ് നിന്ന് കൂക്കും വിളിയുമായി. ആകെ തിക്കും തിരക്കും ബഹളവും. കർട്ടനിട്ടു. പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് നാടകം വീണ്ടും തുടങ്ങിയത്. ഇത് KPSC ലളിതയുടെ കഥ തുടരുമെന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം വായിക്കാൻ പറയാമാണ്. അതിലെ ചോദ്യം 1. നാടകാവതരണത്തിൻ്റെ വേദിയെക്കുറിച്ചും അവിടുത്തെ ഒരുക്കങ്ങളെക്കുറിച്ചും KPSC ലളിത പറഞ്ഞ കാര്യങ്ങൾ. നാടകത്തിൻ്റെ വേദിയായിരുന്നത് ചിറയൻകീഴിലെ ഒരു തിയേറ്ററാണ്. അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഒറ്റ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടേക്ക് കയറുന്നവരും മേക്കപ്പ് ചെയ്യേണ്ടവരും അണിയറയിലേക്ക് പോവേണ്ടവരുമെല്ലാം ഒരേ വാതിലിലൂടെയാണ് ഇറങ്ങേണ്ടത്. മേക്കപ്പ് റൂമും വേദിയുടെ ഭാഗമായിരുന്നു. ഇത്തരം പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും സംഘാടകർ അനുയോജ്യമായ രീതിയിൽ ചില ഒരുക്കങ്ങൾ ചെയ്തു. ഭക്ഷണം പൊതിച്ചോറായി തയ്യാറാക്കി ഒരു കുട്ടയിലാക്കി അത് നേരിട്ട് മേക്കപ്പ് റൂമിൻ്റെ കോണിലാണ് വെച്ചിരുന്നത്. അതിനാൽ ആർക്കെങ്കിലും ആവട്ടെ ആവശ്യമാവുമ്പോൾ അതിൽ നിന്ന് എടുത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു ഒരുക്കം. ഇത് അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രായോഗിക സൗകര്യങ്ങൾക്കുള്ള ഉദാഹരണമായാണ് അഭിനേത്രി KPSC ലളിത പറഞ്ഞിരിക്കുന്നത്. ചോദ്യം 2. പട്ടി വന്നതോടെ അണിയറയിലും സ്റ്റേജിലും ഉണ്ടായ സംഭവങ്ങൾ. മേക്കപ്പ് റൂമിൽ വെച്ച് ചോറ് തിന്നാനായി വന്ന പട്ടിയെ കണ്ടപ്പോൾ കൃഷ്ണപിള്ളച്ചേട്ടൻ വാതിലടച്ചു. എന്നിട്ട് കയ്യിലുണ്ടായ വടി കൊണ്ട് പട്ടിയെ തല്ലി. പുറത്തേക്ക് പോകാൻ വഴിയില്ലാതെ പട്ടി സ്റ്റേജിലേക്ക് ഓടിക്കയറി. ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ പട്ടിയെ ഓടിക്കാനായി കാലുയർത്തിയപ്പോൾ സ്റ്റേജിൻ്റെ ഒത്ത നടുവിൽ വന്ന് നിന്ന് അത് കുരയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ട് കാണികൾ കൂകി വിളിക്കുകയും ആകെ തിക്കും തിരക്കും ബഹളവും ആവുകയും ചെയ്തു. അടുത്ത ചോദ്യം. ക്ലാസ്സിലൊരു നാടകം. കളിക്കിടയിൽ എന്ന ഓർമ്മക്കുറിപ്പിൽ KPSC ലളിത വിവരിക്കുന്ന സംഭവം ക്ലാസ്സിൽ അഭിനയിച്ച് അവതരിപ്പിക്കൂ. മക്കൾക്ക് ക്ലാസ്സിൽ ചെയ്യാവുന്ന പ്രവർത്തനമാണ്. അതിൽ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ വേണം. പിന്നെ അതുപോലെ ഒരു പട്ടി വരുന്നതും അത് മേക്കപ്പ് റൂമിലേക്ക് കയറുന്നതും അവിടെ നിന്ന് നേരെ സ്റ്റേജിലേക്ക് ഓടിക്കയറുന്നതും ആളുകൾ കൂകി വിളിക്കുകയും കാണികളൊക്കെ കൂകി വിളിക്കുകയും ചെയ്യുന്നതൊക്കെ ആയിട്ട് ഉള്ള രംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലൊരു നാടകം അവതരിപ്പിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചെറിയ പാഠമാണ്. 2 ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്